Good morning, all of you. Our new section, sums and terms. Okay. First, we consider three consecutive natural numbers. Okay. For example, 1, 2, 3. Find the sum. That means 1 plus 2 plus 3. That is equal to 6. Okay. Then consider other three consecutive natural numbers. That means 2, 3, 4. Sum is 9. Okay. 6 we can write as 2, 3 into 2. Then 9 we can write as 3 into 3. What is that? Continuous natural numbers sum എന്ന് പറയുന്നത് 6 ആണ് നമുക്ക് കിട്ടി. That is equal to 3 into 2. That means 3 times the middle number. Okay. Then 3 consecutive natural numbers 2, 3, 4 is equal to 9. That means 3 times the middle number. കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് അവരുടെ സം എന്ന് പറയുന്നത് 3 times the middle number ആണെന്ന് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് 5 times the middle number ആയിരിക്കും അല്ലേ. ഇതെല്ലാം നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഓൾജിബ്രയെ നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. അതായത് ഓൾജിബ്ര എഴുതുന്ന സമയത്ത് 2ന് പകരം നമുക്ക് എക്സ് കൊടുക്കാം. 2ൽ നിന്ന് ഒന്ന് കുറവായിട്ടുള്ള 1 ദാറ്റ് മീൻസ് എക്സ് മൈനസ് 1 ആണ്. 2ൽ നിന്ന് ഒന്ന് കൂടുതൽ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 1 ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എക്സും 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 കൂടി 3x ആണെന്ന് വരുന്നു. ദെൻ മൈനസ് 1ഉം പ്ലസ് 1ഉം കൂടി ക്യാൻസൽ ചെയ്യുന്നു. സോ സം ഇസ് ഈക്വൽ ടു 3x. 3x എന്ന് പറയുന്നത് എക്സ് മിഡിൽ നമ്പർ ആണ്. ദാറ്റ് മീൻസ് 3 ടൈംസ് ദ മിഡിൽ നമ്പർ. ഓക്കെ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നതെങ്കിൽ 3 ടൈംസ് ദ മിഡിൽ നമ്പർ ആണെന്നും 5 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 5 ടൈംസ് ദ മിഡിൽ നമ്പർ ആണെന്നും 7 നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ 7 ടൈംസ് ദ മിഡിൽ നമ്പർ ആണ് എന്നുമാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ജനറൽ ഫോം പറയാം. എത്ര ടേംസ് ഉണ്ടോ അതേ ഇൻറ്റു മിഡിൽ നമ്പർ ആയിരിക്കും സം. ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് അല്ലേ. ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. സോ സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഫോർമുല കൂടി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നോക്കൂ, n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് 3 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത്. സോ എന്നിന് പകരം നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2. x1 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് 1. xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ദാറ്റ് മീൻസ് 3 ആണ്. 1 + 3 4 ആണല്ലോ. 4ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2. 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോർമുല കൂടി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിനെ പറയാനായിട്ട് സാധിച്ചു. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഇനി ഒരു ഫോർമുല കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. ഈ ഫോർമുല നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും. x1 പ്ലസ് n-1 ഇൻറ്റു ഡി എന്നുള്ളത് ഇത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ nth ടേം അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് അല്ലേ. ഇതിൻ്റെ കൂടെ നമ്മളൊരു 2 ആഡ് ചെയ്യുന്നു. ഇൻറ്റു n/2 ചെയ്ത് കഴിഞ്ഞാൽ 2 ആഡ് ചെയ്യുന്നു മീൻസ് 2 ഇൻറ്റു 2 പ്രൊഡക്റ്റ് ചെയ്യുന്നു ഇൻറ്റു n/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സമ്മാണ്. That means arithmetic sequence in the sum കാണാനുള്ള 3 formulas ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്
Sum is equal to number of terms into middle term. Then second formula, number of terms, n by 2 into x1 plus xn. Then third formula, n by 2 into 2x1 plus n minus 1 into d. Okay. Then നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഓൾജിബ്ര പഠിക്കുന്ന സമയത്ത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മും ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മും ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിരുന്നു. അത് എന്താണെന്ന് നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാം. റിവൈൻഡ് ചെയ്യാൻ മീൻസ് നമ്മളത് പഠിച്ച കാര്യമാണ്, ജസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ സം എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇവിടെ 3 നാച്ചുറൽ നമ്പേഴ്സ് ആണുള്ളത്. സോ എന്നിന് പകരം നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n പ്ലസ് 1 എന്ന് പറയുന്നത് 3 പ്ലസ് 1 4 ആണ്. 3 ഇൻറ്റു 4/2 ദാറ്റ് മീൻസ് 12/2 6 തന്നെയാണ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു 5ഓ 6ഓ 100ഓ 200ഓ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓക്കെ, സോ ജനറൽ ഫോം എന്ന് പറയുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓക്കെ, then odd നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n² ആണ്. ഫോർ എക്സാമ്പിൾ 1 3 5 എന്ന് പറയുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 9 ആണ് അല്ലേ. ഇവിടെ 3 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. 3 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് ദാറ്റ് മീൻസ് n². 3² എന്ന് പറയുന്നത് 9 തന്നെയല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n² ആണ്. അങ്ങനെയാണെങ്കിൽ ഈവൺ നമ്പേഴ്സിൻ്റെ സം എന്തായിരിക്കും? ഈവൺ എന്ന് പറയുമ്പോൾ ആ നമ്പേഴ്സ് എല്ലാം 2യുടെ പ്രൊഡക്റ്റാണ്. ദാറ്റ് മീൻസ് 2യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം n ഇൻറ്റു n പ്ലസ് 1/2 ആണെങ്കിൽ ഈവൺ നമ്പേഴ്സിൻ്റെ സം എന്തായിരിക്കും? യെസ്, n ഇൻറ്റു n പ്ലസ് 1 ആയിരിക്കും. ശരിയാണോ നോക്കൂ. 2 4 6 എന്ന് പറയുന്ന ഈവൺ നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവരുടെ സം എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. n എന്ന് പറയുന്നത് 3 നാച്ചുറൽ നമ്പേഴ്സ് 3 ഈവൺ നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n പ്ലസ് 1 എന്ന് പറയുന്നത് 3 പ്ലസ് 1 ദാറ്റ് മീൻസ് 4 ആണ്. 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 തന്നെയാണ്. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈവൺ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n² ആണ്. ഈവൺ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലേ. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എക്സസൈസ് പ്രോബ്ലംസിലൂടെ ദാറ്റ് മീൻസ് എക്സാമ്പിൾസിലൂടെ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായി എന്ന് പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള 3 ഫോർമുലാസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫോർമുലാസ് സമ്മ് കാണാനുള്ള ഫോർമുലാസ് ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. സെക്കൻഡ് ഫോർമുല n by 2 ഇൻറ്റു x1 പ്ലസ് xn. തേർഡ് ഫോർമുല n by 2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ, ഈ 3 ഫോർമുലാസും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കാണുന്നത്. പേജ് നമ്പർ 28-ൽ 7 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 1 to 4 നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് write 3 arithmetic sequences with 30 as the sum of the first 5 terms. ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് 5 ആണ്. സം ഓഫ്
ഫസ്റ്റ് 5 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ടേംസ് 5 ആണെന്ന് തന്നെ SN 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച 3 ഫോർമുലാസിൽ സെക്കൻഡും തേർഡിലും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അല്ലെങ്കിൽ SNഉം ഒക്കെ അറിയണമായിരുന്നു. ഇതിൽ നമുക്ക് ആകെ അറിയുന്ന കാര്യം നമ്പർ ഓഫ് ടേംസ് 5ഉം സമ്മ് 30 ആണെന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? യെസ്, ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് SN ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ്, ദാറ്റ് മീൻസ് N ഇൻറ്റു മിഡിൽ ടേം ആണ് അല്ലേ? ഏതായിരിക്കും ഇവിടെ വരുന്ന മിഡിൽ ടേം? 5 ടേംസ് ആണ് ഉള്ളതെങ്കിൽ x1, x2, x3, x4, x5 ആണ് ആദ്യം വരുന്ന 5 ടേംസ് അല്ലേ? ഇവിടെ x1ന് പെയറായിട്ട് നമുക്ക് x5 പറയാം, x2ന് പെയറായിട്ട് x4 പറയാം. അപ്പോൾ പെയർ ഇല്ലാതിരിക്കുന്ന x3 ആണ് അവിടെ വരുന്ന മിഡിൽ ടേം അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാം മിഡിൽ ടേമിന് പകരം x3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്പർ ഓഫ് ടേംസിന് പകരം നമുക്ക് 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? SN എത്രയാണ് തന്നിട്ടുണ്ട്? 30 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം x3 is equal to 6 ആണെന്നല്ലേ കിട്ടുന്നത്? 5 into 6 30. മിഡിൽ ടേം 6ഉം നമ്പർ ഓഫ് ടേംസ് 5ഉം സമ്മ് 30ഉം ആണെങ്കിൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം? x3ക്ക് പകരം 6 കൊടുക്കാം, x2ന് പകരം 5, 4, 7, 8 എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? മിഡിൽ ടേം 6 ആണ്, നമ്പർ ഓഫ് ടേംസ് 5 ആണ്. ഇനി തേർഡ് കണ്ടീഷൻ SN, ദാറ്റ് മീൻസ് സമ്മ് 30 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നോക്കൂ, 5 + 4 9, 9 6 15, 15 + 15 30, അതായത് സമ്മ് 30 വരുന്നുണ്ട്. അതിനർത്ഥം എന്താ? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 4, 5, 6, 7, 8 എന്ന് പറയുന്നത് ഈ കേസിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഇതേപോലുള്ള മറ്റ് അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതിക്കൂടെ? തീർച്ചയായും എഴുതാം. അപ്പോൾ ബാക്കി 3 ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി അരിത്മെറ്റിക് സീക്വൻസ് ഇതേപോലെ എഴുതി നോക്കാം. ഏതൊക്കെ കണ്ടീഷൻസ് വരണം? നമ്പർ ഓഫ് ടേംസ് 5 ആവണം, സമ്മ് 30 ആവണം, മിഡിൽ ടേം 6 ആവണം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ടുണ്ട്. 4 ടേംസിന്റെ സമ്മ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. ദാറ്റ് മീൻസ് ആ 4 ടേമുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സമ്മ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ? ഇനി നമ്പർ ഓഫ് ടേംസ് അറിയാം നമുക്ക്, 4 ആണ്. ഫസ്റ്റ് 4 ടേംസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ N is equal to 4 ആണ്. ഏത് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം? തീർച്ചയായും സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് x1 അറിയാം, നമ്പർ ഓഫ് ടേംസും അറിയാം. അപ്പോൾ നമുക്ക് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഇതിൽ SN നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അറിയാത്ത ഒന്ന് XN മാത്രമാണ്. നമുക്ക് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ XNന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. SNന് പകരം 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n/2 ദാറ്റ് മീൻസ് 4/2. 4/2 എന്ന് പറയുന്നത് 2 ആണ്. x1 എന്ന് പറയുന്നത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. xn എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, xn ആയിട്ട് തന്നെ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് 100 is equal to 2 into 1 2, 2 into xn, that means 2xn. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 2 into 1 2 plus 2 into xn 2xn. then 2xn മാത്രം നിർത്തുകയാണെങ്കിൽ 100 minus 2 that is 98 ആണ് കിട്ടും. xn is equal to 98/2, that means 49. ഇപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 49 ആണ് അല്ലേ? നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും മാത്രം അറിഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിനെ എഴുതണമെങ്കിൽ കോമൺ ഡിഫറൻസ് അറിയണം. പക്ഷേ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ഫോർമുല? D is equal to, that means common difference is equal to term difference by position difference. Term difference എന്ന് പറയുന്നത് Tn, that means T4 49 ആണെന്നും T1 1 ആണെന്നും നമുക്കറിയാം, divided by position difference, that means fourth term minus first term, that means 4 minus 1.
അപ്പോൾ 49 മൈനസ് 1 ബൈ 4 മൈനസ് 1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് ടേമുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ SN is equal to n/2 into x1 plus xn എന്നുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് prove that for any 4 consecutive terms of an arithmetic sequence, the sum of the two terms on the two ends and the sum of the two terms in the middle are the same. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതുകയാണെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റിലും ലാസ്റ്റിലും വരുന്ന ടേംസിന്റെ സം എന്താണോ അത് തന്നെയാണ് സെക്കൻഡും തേർഡും ടേംസിന്റെ സം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ജനറൽ ഫോം എഴുതി നോക്കുക എന്നുള്ളതാണ് അല്ലേ. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം നോക്കാം. അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമിനെ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ എക്സിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സെക്കൻഡ് ടേം. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും സെക്കൻഡ് ടേം? എക്സ് പ്ലസ് ബി ആയിരിക്കും. ഈ സെക്കൻഡ് ടേമിൽ നിന്ന് അതേ കോമൺ ഡിഫറൻസ് ചേരുന്നതായിരിക്കണം തേർഡ് ടേം അല്ലേ. സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂടി ചേർന്നു. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2d ആണ് തേർഡ് ടേം. ഇനി ഫോർത്ത് ടേം എന്തായിരിക്കും? തേർഡ് ടേമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂടി ചേർന്നു. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 3d ആണ്. ശരിയല്ലേ? അപ്പം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 4 ടേംസ് കിട്ടി. എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d. ക്ലിയർ ആയില്ലേ? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റും ലാസ്റ്റും ടേംസിന്റെ സമ്മ്, ദാറ്റ് മീൻസ് എക്സും എക്സ് പ്ലസ് 3dയും കൂടിയുള്ള സം എന്താണോ അത് തന്നെ ആയിരിക്കണം സെക്കൻഡും തേർഡും തമ്മിലുള്ള സം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് ഡിയും എക്സ് പ്ലസ് 2dയും കൂടിയുള്ള സം. ഓക്കെ, നോക്കാം. എക്സ് പ്ലസ് എക്സ് ദാറ്റ് മീൻസ് 2x ആണ്. 3d എഴുതി. ഓക്കെ, then x plus x that means 2x, d plus 2d that means 3d. കോഷ്യൻസിനെ തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എക്സിന്റെ കോഷ്യന്റ് 1ഉം എക്സിന്റെ കോഷ്യന്റ് 1ഉം 1 plus 1 2x, then x 1ഉം 1ഉം 2x, ഡിയുടെ കോഷ്യന്റ് 1ഉം ഡിയുടെ കോഷ്യന്റ് 2ഉം that means 2 plus 1 3. അപ്പോൾ 2x plus 3d തന്നെയാണ് രണ്ടിലും കിട്ടിയത്. ഇത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അത് തന്നെയാണ് സെക്കൻഡും തേർഡിൽ നിന്ന് ആഡ് ചെയ്താൽ കിട്ടുന്നത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയല്ലേ. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് ഫോർ അരിത്മെറ്റിക് സീക്വൻസസ് വെൻ 100 ആസ് എ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. ആദ്യം വരുന്ന 4 ടേംസിന്റെ സം 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ഫോം നമ്മൾ എഴുതാൻ പഠിച്ചു. എന്താണ് ജനറൽ ഫോം? എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d അല്ലേ. ഈ 4 ടേംസിന്റെ സമ്മ് 100 ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. എങ്ങനെയായിരിക്കും വരിക? 4 ടേംസിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d ഇവരുടെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്ത് കിട്ടും? എക്സ് 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 എത്ര പ്രാവശ്യം വരുന്നു? 4. അപ്പോൾ 4x. then d plus 2d plus 3d എത്രയായിരിക്കും? 1 plus 2 3, 3 plus 3 6. അപ്പോൾ നമുക്ക് കിട്ടിയത് 4x plus 6d ആണ്. ഈ സമ്മ ആരുമായിട്ട് ഈക്വൽ ആണ്? 100ഉമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 100. ഇനി ഈ വരുന്ന കോഷ്യന്റിലായിട്ടുള്ള നമ്പേഴ്സിനൊക്കെ നമുക്ക് നോക്കാം. എല്ലാം ഈവൺ നമ്പേഴ്സ് ആണ്. 4 6 100. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് 2 യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x plus 3d ഈക്വൽ ടു 50 അല്ലേ. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 2x plus 3d ഈസ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. പക്ഷേ നമ്മളോട് കോമൺ ഡിഫറൻസ് ഇത്രയാണെന്നോ അതായത് d ഇത്രയാണെന്നോ ഫസ്റ്റ് ടേം ദാറ്റ് മീൻസ് എക്സ് ഇത്രയാണെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം d 1 ആണെങ്കിൽ അവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? ഡിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി d 2 ആണെങ്കിൽ എക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വാല്യൂ കിട്ടും. d 4 ആണെങ്കിൽ എക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. d 1 ആണെങ്കിൽ 3 × 1 3. 50യിൽ നിന്ന് 3 മൈനസ് ചെയ്തു 47. 47/2 ആയിരിക്കും എക്സിന്റെ വാല്യൂ അല്ലേ.
അപ്പോൾ 47/2 ആണ് എക്സിൻ്റെ വാല്യൂ എങ്കിൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ദാറ്റ് മീൻസ് +1 ചേർന്ന് കഴിഞ്ഞാലാണ് സെക്കൻഡ് ടേം. ഇതേപോലെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതി കൂടെ എഴുതാം. അപ്പോൾ ഡിക്ക് ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ എന്ത് വരും എക്സിൻ്റെ വാല്യൂ, അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ഡി കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് വേറൊരു ഫസ്റ്റ് ടേം കിട്ടും, അത് യൂസ് ചെയ്തുകൊണ്ട് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, സെക്കൻഡ് ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn, തേർഡ് ഫോർമുല n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ജനറലൈസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായത് ഈ 3 ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.